ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് ഹസ്ബൻഡിൻ്റെ വകയാണ്. അപ്പം ഡ്രാഗൺ ചിക്കനും ഫ്രൈഡ് റൈസുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സവോളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളിത്തണ്ട് അരിഞ്ഞതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നമ്മുടെ സീസയും വെളുത്ത എള്ളം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്താൽ ഡ്രാഗൺ ചിക്കൻ റെഡിയാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിലിന് വേവിച്ചാൽ മതി. എന്നിട്ട് നമ്മളതിൻ്റെ ചിക്കൻ പീസസ് ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതാ ഇതുപോലത്തെ ഒരു ബോക്കിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് സീസണിങ് ഒക്കെ ചെയ്ത് വെക്കണേ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഓക്കിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഒരുപാട് അങ്ങ് വേവിച്ച് വയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ചിക്കിപ്പൊരിച്ച് മാറ്റി വയ്ക്കുക. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, സവോള ഇത്രയൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് അജിനാമോട്ടോ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്കിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ഈ വെജിറ്റബിൾസ് ഒന്നും അധികം വെന്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ബുള്ളറ്റ് റൈസാണ് എടുത്തേക്കുന്നത് അതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്ത്. അപ്പം റൈസ് ഒരിക്കലും വെന്ത് പോകരുത്. ഒന്ന് പൊട്ടാൻ മാത്രമേ പാടുള്ളൂ. വേവിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞാൽ മാത്രം മതി. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളിത്തണ്ട് അരിഞ്ഞതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുട്ടയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.